السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് സംസാരിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തില് ബർക്കത്ത് കുറക്കുന്ന, ദാരിദ്ര്യം വരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ മഹാന്മാര് അവരുടെ കിതാബുകളിൽ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. നാം അറിയാത്ത, ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. ജീവിതത്തിൽ നാം എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങൾ മാറുന്നില്ല, ദാരിദ്ര്യം മാറുന്നില്ല, കയ്യിൽ പണം നിൽക്കുന്നില്ല, അസുഖങ്ങൾ മാറുന്നില്ല, വീട്ടിലെപ്പോഴും പ്രയാസമാണ്, ഒരു സമാധാനവുമില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നിരന്തരമായി കമന്റിലൂടെയും അല്ലാതെയും ദുആ ചെയ്യാൻ അറിയിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം എന്ന് പറയാൻ സമയം അനുവദിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അധിക ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. അനിൽ അഖിലി അലിൽ ജനാബ, ജനാബത്തായ സമയത്ത്, ജനാബത്തോടുകൂടെ ഭക്ഷണം കഴിക്കുന്നതിന് നബി തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു യൂറസുൽ ഫഖർ, ദാരിദ്ര്യം ഉണ്ടാക്കും. അധികം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ചിലപ്പോ രാവിലെ ജനാബത്തുണ്ടായാൽ ചില ആളുകൾ ഉച്ചക്കോ അല്ലെങ്കിൽ വൈകുന്നേരമാണ് കുളിക്കുന്നത്, അതല്ലെങ്കിൽ രാത്രി ജനാബത്തുണ്ടായാൽ രാവിലെയാണ് കുളിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്നു. അധികം ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒന്നിനും തികയൂല. ഒരുപാട് സമ്പത്തുണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് പണം നമ്മുടെ കയ്യിലുണ്ടാകും, നമ്മുടെ ആവശ്യത്തിന് അത് തികയുന്നില്ല. അനാവശ്യമായി നാം അറിയാതെ ചെലവായി പോകുന്നു. വീട്ടിലൊരു സമാധാനവുമില്ല, ബർക്കത്തില്ല എന്ന് ചില ആളുകൾ പറയുന്നില്ല. നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ചില തെറ്റുകളെ കൊണ്ടാണ് ജീവിതത്തിൽ ബർക്കത്ത് കുറയുന്നത്. അതുപോലെ തന്നെ ജനാബത്ത്, കുളിയെ പിന്തിക്കൽ, ഒരു കാരണവുമില്ലാതെ പിന്തിക്കൽ, വസ്വാസ് ഉണ്ടാക്കും. ജനാബത്തുണ്ടായാലും ഉടനെ ആണും പെണ്ണും കുളിക്കുക, ഭാര്യ ഭർത്താക്കന്മാർ കുളിക്കുക. അത് ബർക്കത്ത് കുറക്കും. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകണം. കിട്ടുന്നത് കുറവാണെങ്കിലും, സമ്പത്ത് കുറവാണെങ്കിലും, കയ്യിലുള്ള ക്യാഷ് കുറവാണെങ്കിലും അതിൽ ബർക്കത്ത് ഉണ്ടാകണം. വീട്ടിൽ സമാധാനം ഉണ്ടാകണം. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, മക്കളുടെ ഇടയിൽ ഐക്യമുണ്ടാകണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ബർക്കത്ത് കുറക്കുന്ന, ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അധികം ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, രക്തം നിന്നാല് പെട്ടെന്ന് കുളിക്കുക. എന്തിനാണ് താമസിപ്പിക്കുന്നത്? അപ്പൊ ജനാബത്തുണ്ടായാൽ പെട്ടെന്ന് ഉടനെ കുളിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യം, അധിക ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, മഹാന്മാർ അവിടെ കിതാബുകളിൽ പറഞ്ഞ ഒരു വിഷയമാണ്. മനോഹരം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ കക്കൂസിൽ
വുളൂ ചെയ്യുക. യൂറിസുൽ ഫഖർ, അത് ദാരിദ്ര്യമുണ്ടാക്കും. കക്കൂസ് എന്ന് പറഞ്ഞാൽ നമ്മള് ക്ലോസറ്റ് വെച്ച നമ്മുടെ ആവശ്യം നിർവഹിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് വുളൂ ചെയ്യുക. അല്ലാതെ വേറെ അതിന്റെ വലിയൊരു ബാത്റൂമാണ്, ഒരു സ്ഥലത്ത് കക്കൂസ് ഉണ്ട്, മറ്റൊരു സ്ഥലത്ത് പിന്നെ വുളൂ ചെയ്യാനുള്ള സൗകര്യം, അതല്ല പറഞ്ഞു. ഈ കക്കൂസിൽ തന്നെ വുളൂ ചെയ്യുന്നതാണ് ഇവിടെ ദാരിദ്ര്യം എന്ന് മഹത്തുക്കൾ പറഞ്ഞു. അതുപോലെ തന്നെ വീട് വൃത്തിയാക്കാതിരിക്കലും ദാരിദ്ര്യമുണ്ടാകും. നമ്മുടെ വീട് ചില വീടുകളിലൊക്കെയും ആഴ്ചയിലൊരിക്കാണ് വൃത്തിയാക്കല്, അടിച്ചവാരല്. ചില വീടുകളിൽ മാസത്തിലൊരിക്കൽ. എല്ലാ ദിവസവും നമ്മുടെ വീട് വൃത്തി വേണം. വൃത്തി ഇസ്ലാം ഈമാനിന്റെ ഒരു ഭാഗമാണ്. ഷത്റുൽ ഈമാൻ നിസ്ഫുൽ ഈമാൻ എന്ന ഹദീസിൽ കാണാം. അപ്പൊ ഈമാനിന്റെ ഒരു ഭാഗമാണ്. ഈമാനുള്ള ആളുകളൊക്കെ വൃത്തി ഉണ്ടാവുകയുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം വൃത്തിയാകണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ നഖങ്ങള്, മുടികള്, എടുക്കേണ്ട മുടികള്, വൃത്തിയാക്കേണ്ട മുടികള്, മുറിക്കേണ്ട മുടികൾ നാം വൃത്തിയാക്കണം, മുറിക്കണം, നഖം മുറിക്കണം. അതേപോലെ തന്നെ കുളിച്ച് ദിവസത്തില് 2 പ്രാവശ്യമെങ്കിലും കുളിക്കണം. അപ്പൊ എല്ലാ നിലക്കും നമ്മുടെ ശരീരം, വസ്ത്രം വൃത്തിയാകണം, നമ്മുടെ വീട് വേണം, നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗം വൃത്തി ഉണ്ടായിരിക്കണം, ബാത്റൂം, കക്കൂസ് വൃത്തി ഉണ്ടാക്കണം. അവിടെ വൃത്തിയില്ലെങ്കിൽ ആ വീട്ടില് ശൈത്താന് സ്വാധീനിക്കും. ശൈത്താൻ ഇവിടെ കയറിക്കൂടുമെന്ന് ഹദീസിൽ കാണാം. ശൈത്താൻ ഒരു വീട്ടിൽ കയറിയാൽ, ഒരു വീട്ടിൽ താമസം തുടങ്ങിയാൽ ആ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാവൂല. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുളിമുറിയിൽ മൂത്രിക്കുക, യൂറിസുൽ ഫഖർ, അത് ദാരിദ്ര്യം ഉണ്ടാക്കും. കുളിക്കാനുള്ള ചില വീടുകളിൽ കുളിക്കാനുള്ള മുറി വേറെ ഉണ്ടാകും. ചില വീടുകളിൽ കുളിമുറിയും, ഇന്നത്തെ ഇപ്പൊ അധിക വീടുകളിലും കാണുന്നത് കുളിമുറിയും പിന്നെ കക്കൂസും ഒരേ സ്ഥലത്താണ്. അപ്പൊ കുളിക്കുന്ന സ്ഥലത്ത് മൂത്രിക്കല് അത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ വ്യഭിചാരം ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. വ്യഭിചാരം പല നിലക്കുള്ള വ്യഭിചാരമുണ്ട്. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, അതേപോലെ തന്നെ അവയവം കൊണ്ടുള്ള വ്യഭിചാരമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ദാരിദ്ര്യമുണ്ടാക്കുന്ന, ബർക്കത്ത് കുറക്കുന്ന, നാം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതം ബർക്കത്തുള്ളൊരു ജീവിതം ആകണം. എന്നാലേ പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കുന്ന കാലത്തോളം സന്തോഷം സമാധാനം ഉണ്ടാവുകയുള്ളൂ. സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ, റാഹത്തോടെ, ഇസ്സത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദാരിദ്ര്യം വരുത്തുന്ന എല്ലാവിധ കാര്യങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.